നമസ്കാരം. കൊള്ളപ്പലിശക്കാർക്കെതിരെ സംസ്ഥാനത്ത് ഇന്ന് നടന്നത് 660 റെയ്ഡുകൾ. പിടിയിലായത് 54 പേർ. കുറ്റകൃത്യങ്ങളുടെ താവളങ്ങൾ കാണാം. കുറ്റകൃത്യങ്ങളെ പ്രേക്ഷകരുടെ നീതിബോധത്തിന് വിട്ടുകൊണ്ട് വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഹരിഹരവർമ്മ കൊലക്കേസിൽ പുതിയ വെളിപ്പെടുത്തലുമായി രണ്ടാം ഭാര്യ രംഗത്ത്. ഹരിഹരവർമ്മയുടെ യഥാർത്ഥ കൊലയാളികളല്ല ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് രണ്ടാം ഭാര്യ ഗിരിജ മേനോൻ പറഞ്ഞു. കൊലക്കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയാണ് പാലക്കാട് സ്വദേശിനി ഗിരിജ മേനോൻ. ഒന്നാമത് വക്കീലിനെ വെറുതെ വിട്ടു, അതിനുള്ള ലൂപ്പ് ഹോൾസൊക്കെ ഉണ്ടാക്കി കൊടുത്തു. രണ്ടാമത് എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. എൻ്റെ അടുത്തു നിന്നാണ് അദ്ദേഹം ലാസ്റ്റ് വരുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ഇരിക്കുമ്പോഴാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അത് തീരെ ഗവനിച്ചിട്ടില്ല. പിന്നെ വിമലാദേവി എന്ന് പറയുന്ന സ്ത്രീ ഒരു ഗവൺമെൻറ് ഒഫീഷ്യലായതുകൊണ്ടും അവരുടെ അധികാരങ്ങളും മറ്റും ഉപയോഗിച്ച് എന്നെ ഒരുപാട് പീഡിപ്പിക്കുന്നുണ്ട്. രത്നവ്യാപാരിയായ ഹരിഹരവർമ്മയെ കൊലപ്പെടുത്തി രത്നങ്ങൾ കവർന്ന കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 5 പ്രതികൾക്ക് കഴിഞ്ഞ ദിവസമാണ് കോടതി ഇരട്ട ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ചത്. 6ാം പ്രതി അഡ്വക്കേറ്റ് ഹരിദാസിനെ കോടതി വെറുതെ വിടുകയും ചെയ്തു. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണെന്ന് ഹരിഹരവർമ്മയുടെ രണ്ടാം ഭാര്യ ഗിരിജ മേനോൻ വെളിപ്പെടുത്തി. 2010 ജനുവരിയിൽ വിവാഹം ചെയ്തതിനു ശേഷം തൻ്റെ കൂടെ താമസിച്ചിരുന്ന ഹരിഹരവർമ്മ മരിക്കുന്നതിൻ്റെ 2 ദിവസം മുൻപ് തൻ്റെ വീട്ടിൽ നിന്നാണ് പോയതെന്ന് ഗിരിജ മേനോൻ പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന രത്നങ്ങൾക്ക് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധമുണ്ടെന്ന് ഹരിഹരവർമ്മ തന്നോട് സൂചിപ്പിച്ചതായി ഗിരിജ മേനോൻ പറഞ്ഞു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറി ചെല്ലാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കയറി ചെന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അല്ല, വേറൊരു സംഗതി കേട്ടത് അദ്ദേഹം അവിടെ നിന്ന് സ്വർണം കിട്ടിയെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടോ? അതിപ്പോൾ സാധ്യതകളുണ്ട്. കോടതിയിൽ ഹാജരായെങ്കിലും വിചാരണ ചെയ്തില്ലെന്ന് ഗിരിജ മേനോൻ പറഞ്ഞു. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടെന്ന് പറയപ്പെടുകയും കോടികളുടെ രത്നവ്യാപാരം നടത്തുകയും ചെയ്തിരുന്ന ഹരിഹരവർമ്മയ്ക്ക് വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നില്ലെന്നതും ദുരൂഹമാണ്. ഹരിഹരവർമ്മയുടെ കൈവശമുണ്ടായിരുന്ന രത്നങ്ങളുടെ യഥാർത്ഥ സ്രോതസ്സ് എന്തെന്നും ആർക്കു വേണ്ടിയാണ് ഇടപാടുകൾ നടത്തിയെന്നതും കണ്ടെത്തിയാൽ ദുരൂഹതയുടെ ചുരുളഴിയുമെന്നും യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ കഴിയുമെന്നും ഗിരിജ മേനോൻ്റെ അഭിഭാഷകൻ എസ് മുരളി പറഞ്ഞു. ഈ ആളുടെ ഐഡൻറ്റിറ്റിനെ, മരിച്ച ആളുടെ ഐഡൻറ്റിറ്റിനെ പ്രൂവ് ചെയ്തിട്ടില്ല. 2 പെണ്ണുങ്ങൾ പറയുന്നു ഹരിഹരവർമ്മയാണ്, കൊന്നു എന്ന് പറയുന്ന പ്രതികൾ പറയുന്നു ഹരിഹരവർമ്മയാണ്, കുറച്ച് പേര് പറയുന്നു പ്രതി ഹരിഹരവർമ്മയാണ്. ഇത് ഈ മരിച്ച ആൾ ഹരിഹരവർമ്മയാണെന്ന് തിട്ടപ്പെടുത്താനായിട്ട് യാതൊരുവിധ തെളിവുകളും ഇല്ല. ഇദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യ ഹരിഹരവർമ്മയുടെ രണ്ടാം ഭാര്യയായിട്ട് വന്നിട്ടുണ്ട്. ഇവർ പലതവണ കോടതിയിൽ പോയിട്ടെങ്കിലും ഇവരെ വിസ്തരിച്ചായിട്ടോ ഇവർ തെളിവെടുക്കുന്നതായിട്ടോ ഈ മാറ്റർ പറയാൻ അവർക്ക് സൗകര്യം കൊടുത്തതായിട്ടോ കാണുന്നില്ല. അതിൽ തന്നെ വ്യക്തമാണ് ഈ കേസിൽ ആരോഗ്യം രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് സ്പഷ്ടമായൊരു കാര്യമാണ്. കേസിൽ പ്രോസിക്യൂഷനും പോലീസും ഒത്തുകളിച്ചതിനെ തുടർന്നുണ്ടായ വിധിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നും യഥാർത്ഥ സത്യം പുറത്തു കൊണ്ടുവരാനായി അടുത്ത ദിവസം തന്നെ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുമെന്നും ഗിരിജ മേനോൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൂടംകുളം ആണവ നിലയത്തിൽ പൊട്ടിത്തെറി, 6 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബോയിലർ പ്ലാന്റിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. രാവിലെ 11 മണിയോടെയാണ് കൂടംകുളം ആണവ നിലയത്തിൽ പൊട്ടിത്തെറിയുണ്ടായത്. പൊട്ടിത്തെറിയിൽ 3 കരാർ ജീവനക്കാരടക്കം 6 പേർക്ക് പരിക്കുപറ്റി. 3 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ നാഗർകോവിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബോയിലർ പൈപ്പിൽ നിന്നും 1ാം റിയാക്ടറിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. എന്നാൽ ആണവ നിലയത്തിൽ പൊട്ടിത്തെറിയുണ്ടായി എന്ന വാർത്ത ആണവ നിലയ ഡയറക്ടർ RS സുന്ദർ നിഷേധിച്ചു. പൈപ്പ് ചോർന്നാണ് അപകടമുണ്ടായത്. ജോലിക്കിടെ ചൂടുവെള്ളം ജീവനക്കാരുടെ മേൽ വീഴുകയായിരുന്നു. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല. ആണവ വികിരണത്തിന് സാധ്യതയില്ല. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആണവ നിലയ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. ആണവ നിലയത്തിലെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. ഇതിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കും. അതേസമയം കേന്ദ്രത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരാനിരിക്കുന്ന ഘട്ടത്തിലുണ്ടായ സംഭവം സംശയകരമാണെന്ന് കൂടംകുളം ആണവ നിലയ വിരുദ്ധ സമിതി നേതാവ് ഉദയകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലത്ത് KSRTC ജീവനക്കാരും പോലീസും തമ്മിൽ കയ്യാങ്കളി. പോലീസ് ജീപ്പിൽ ബസ് തട്ടിയതുമായി ബന്ധപ്പെട്ടാണ് കയ്യാങ്കളി നടന്നത്. മണിക്കൂറുകളോളം യാത്രക്കാർ പെരുവഴിയിലായി. കഴിഞ്ഞ 1 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് സമാന സംഭവം.
പോലീസ് മർദ്ദനം ആരോപിച്ച് KSRTC ജീവനക്കാർ പണിമുടക്ക് നടത്തി. കൊല്ലം ചെമ്മാമുക്ക് വഴി പിറവത്ത് നിന്ന് തിരുവനന്തപുരത്തിന് പോയ എക്സ്പ്രസ് ബസ്സിലെ ഡ്രൈവർ ബിനു തോമസിനും കണ്ടക്ടർ ബിബിനുമാണ് മർദ്ദനമേറ്റത്. ഇവരുടെ ബസ് ഗതാഗത കുരുക്കിൽപ്പെട്ട് പോലീസ് ജീപ്പിന്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പോലീസ് ജീപ്പിന്റെ പിൻഭാഗം തകർന്നു. തുടർന്ന് കൊല്ലം ഈസ്റ്റ് SI ഗോപകുമാർ ബസ് ഡ്രൈവറെ ചോദ്യം ചെയ്ത് വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലും കലാശിക്കുകയായിരുന്നു. SI ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് യാത്രക്കാർ ആരോപിച്ചു. എന്നാൽ തിരക്കിനിടയിൽ വേഗതയിൽ ബസ് ഓടിച്ചതാണ് അപകടത്തിന് കാരണമെന്നും ഇതിനെ ചോദ്യം ചെയ്ത തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ബസ് ജീവനക്കാർ തടസ്സം സൃഷ്ടിച്ചുവെന്നും പോലീസ് പറയുന്നു. അതേസമയം പോലീസും KSRTC ജീവനക്കാരും തമ്മിലുണ്ടായ കയ്യാങ്കളി മൂലം 2 മണിക്കൂറോളം ബസ് യാത്രക്കാർ പെരുവഴിയിലായി. 70 വയസ്സുള്ള ഒരു സ്ത്രീയുടെ ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്. അവരെ ഒന്നും നോക്കാതെ പോലീസ് വണ്ടിയിൽ ഇടിച്ചപ്പോ ഇത്രയും ഒരു ഇത് വന്ന് അപ്പൊ ജനങ്ങൾ ഇതിനകത്ത് വണ്ടിക്കകത്തോട്ട് ചത്തുപോയി. ഈ പോലീസുകാരന് ഉത്തരവാദിത്തം പറയുന്നത് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇനി ഈ പാലത്തിൽ ഈ ബസ് കയറി ആക്ച്വലി പാലത്തിന് താഴെ ടൈമിലാണ് ഈ പോലീസ് ജീപ്പ് ലെഫ്റ്റ് സൈഡിൽ കൂടെ റൈറ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് വരികയും ഇപ്പുറത്തുനിന്ന് വന്ന വണ്ടി അത് കവർ ചെയ്യാൻ കഴിയാതെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്തപ്പോഴാണ് ഇദ്ദേഹം ഈ വണ്ടി സ്റ്റോപ്പ് ചെയ്ത ഉടനെ ഇടിച്ചു. ഇടി നടന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഡോറ് തുറന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ആക്സിഡൻറ്റ് ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികം. ആക്സിഡൻറ്റ് ഉണ്ടായാൽ അത് പോലീസുകാരുടെ ഉത്തരവാദിത്തം. അത് പോലീസ് ആയതുകൊണ്ട് ആ ഇൻസ്പെക്ടർ ഗോപകുമാർ എന്ന് പറഞ്ഞ ആളാണ് ആ ഇൻസ്പെക്ടർ. അദ്ദേഹം ഈ ഡോറ് തുറന്നിട്ട് ആ ഡ്രൈവറെ ഇങ്ങോട്ട് ഇറക്കിയിട്ട് ആദ്യമേയുടെ മുഖത്ത് ഇവിടെ തന്നെയാണ് അയാളെ തല്ലിയത്. തുടർന്നാണ് പോലീസ് മർദ്ദനം ആരോപിച്ച് KSRTC ജീവനക്കാർ 1 മണിക്കൂറോളം സൂചനാ പണിമുടക്ക് നടത്തിയത്. ഒരു സബ് ഇൻസ്പെക്ടർ അദ്ദേഹത്തിന് വയർലെസ് സെറ്റ് വെച്ച് മാരകമായി 12 മുറിവുകൾ ഇടിപ്പിച്ച് പൊട്ടിച്ചു. ഇന്ന് നടന്നത് തിരുവനന്തപുരത്ത് നിന്ന് പോരുന്ന പിറവം ബസ്സിലെ ഡ്രൈവറെ ഒരു സൈഡ് തട്ടിയെന്ന ഒരു കുറ്റം ചുമത്തിക്കൊണ്ട് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി അടിച്ചു. ഇത് യാത്രക്കാരനാണ് സാക്ഷി. KSRTC ബസ്സിലെ യാത്രക്കാരൻ, അതുകൊണ്ട് അടിച്ചു. അത് ചോദിക്കാൻ ചെന്ന കണ്ടക്ടർ ആ സബ് ഇൻസ്പെക്ടർ മാരകമായി അടിച്ചു മുറിവേൽപ്പിച്ചു. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും ആവാതെ 100ഓളം വരുന്ന യാത്രക്കാരെ പെരുവയിൽ ഇറക്കി വിട്ടിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ജില്ലാ കളക്ടറുമായുള്ള ചർച്ചയെ തുടർന്ന് സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തിരുവനന്തപുരത്ത് കൊള്ളപ്പലിശക്ക് പണം കൊടുക്കുന്ന ദമ്പതികളെ നാട്ടുകാർ തടഞ്ഞു. ഗുണ്ടകളെ ഉപയോഗിച്ച് ഇടപാട് നടത്തുന്നവരെയാണ് നാട്ടുകാർ വീടിനുള്ളിൽ തടഞ്ഞുവെച്ചത്. പിന്നീട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സ്വർണവും ചെക്കുകളും മറ്റും പിടിച്ചെടുക്കുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരത്ത് തിരുപ്പതി ഫൈനാൻസിയേഴ്സ് എന്ന സ്ഥാപനം നടത്തിവരികയായിരുന്നു ഗോപിനാഥനും ഭാര്യ പ്രസന്നയും മകൻ അഭിലാഷും. വൻ പലിശയ്ക്ക് ഇയാൾ പണം കടം കൊടുത്ത് പിന്നീട് ഗുണ്ടകളെ വെച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതായും നാട്ടുകാർ പറയുന്നു. ഇയാൾ നടത്തിവന്നിരുന്ന തിരുപ്പതി ഫൈനാൻസിയേഴ്സ് എന്ന സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഈ 3 പേരും ചേർന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ധാരാളം പേരുടെ ഇതുപോലെ ബ്ലേഡ് പലിശയ്ക്ക് പൈസ കൊടുക്കുക, അവരുടെ വസ്തുവോ അവരുടെ സ്വർണ്ണാഭരണങ്ങളോ ഒക്കെ ബലം പ്രയോഗിച്ചോ അടി നടത്തിയും വീടാക്രമിച്ചും ഒക്കെ പിടിച്ചെടുക്കുക. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 100 രൂപയ്ക്ക് 10 രൂപ ക്രമത്തിൽ പലിശ ഈടായിക്കൊണ്ടിരുന്നു. ഞാൻ ആ കൃത്യമായി പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് വസ്തു തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്കും മുതലും ഒക്കെ കൊടുക്കാൻ തയ്യാറായി നിന്നിട്ടും അദ്ദേഹം വസ്തു തിരിച്ചു തരുന്നില്ല. ഗോപിനാഥിനെതിരെ 2010-11 വർഷങ്ങളിൽ ഫോർട്ട് സ്റ്റേഷൻ, തമ്പാനൂർ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ കേസ് നിലവിലുണ്ട്. എന്നാൽ ഈ കേസുകളിലെല്ലാം ഇയാൾ ജാമ്യമെടുത്തിരുന്നു. നാട്ടുകാർ ഇയാളുടെ വീട് ഉപരോധിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി വീട്ടിൽ റെയ്ഡ് നടത്തുകയായിരുന്നു. പ്രസന്നയും അഭിലാഷും അവരിവിടെ താമസിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് നേരത്തെ കേസുകളൊക്കെ ഉണ്ടായിരുന്നു. ആ കേസിന് കൊടുത്ത ആൾക്കാർ ഇവിടെ താമസിക്കുന്നതാണെന്ന് കണ്ടിട്ട് ഇവിടെ വന്നിട്ട് അവർ ഒരു സമരത്തെ പോലെ ഒരു 10-15 പേര് അവരെ ഗേറ്റിൽ വളഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിഞ്ഞാണ് നമ്മളിവിടെ വന്നത്. റെയ്ഡിൽ 40 പവൻ സ്വർണവും പ്രോമിസറി നോട്ടുകളും ചെക്കുകളും പോലീസ് പിടിച്ചെടുത്തു. വീടിനുള്ളിൽ ഒളിവിലായിരുന്ന ഗോപിനാഥിനെയും അഭിലാഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മൈസൂരിനടുത്ത് പേരിയപട്ടണത്തുണ്ടായ വാഹനാപകടത്തിൽ 10 പേർ മരിച്ചു. മംഗലാപുരം ദർക്കളക്കട്ടയിലെ താമസിക്കുന്നവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം.
ആ ദുരന്ത കാഴ്ചയിലേക്ക്. മൈസൂരിനടുത്ത് പെരിയപട്ടണത്ത് വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 9 പേർ മരിച്ചു, 11 പേർക്ക് പരിക്കേറ്റു. ദർലാകോട്ട സ്വദേശി സെയ്ദും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ ദർലാകോട്ടയിൽ സ്ഥിരതാമസമാക്കിയ മലയാളി കുടുംബമാണ് എന്ന സൂചന ലഭിച്ചിട്ടുണ്ട്. മരിച്ചവരിൽ 4 സ്ത്രീകളും 3 കുട്ടികളും ഉൾപ്പെടുന്നു. ഇക്ബാൽ, ഫൗസിയ, മുഹമ്മദ് ഇർഷാൻ, മുഹമ്മദ് ഹിഷാം എന്നിവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. ഇവർ സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലർ ഗ്യാസ് സിലിണ്ടറുമായി വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. തമിഴ്നാട്ടിലെ മുത്തപ്പേട്ട ഭർഗയിൽ തീർത്ഥാടനവും മറ്റിടങ്ങളിൽ വിനോദസഞ്ചാരവും കഴിഞ്ഞ് മടങ്ങുന്ന വഴിയായിരുന്നു അപകടം. അപകടത്തിൽപ്പെട്ട ട്രാവലറിൽ ഉണ്ടായിരുന്ന 21 പേരിൽ 6 പേർ കുട്ടികളായിരുന്നുവെന്ന് പെരിയപട്ടണം SI പ്രസന്നകുമാർ വ്യക്തമാക്കി. മടിക്കേരിയിൽ നിന്ന് മൈസൂറിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് BM റോഡ് സമ്പലാപൂരിൽ വെച്ച് ട്രാവലറിൽ ഇടിച്ചത്. മൃതദേഹങ്ങൾ പെരിയപട്ടണത്തെ ഗവൺമെൻറ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പരിക്കേറ്റവരിൽ 6 പേരെ മൈസൂർ അപ്പോളോ ആശുപത്രിയിലും 5 പേരെ കൊളംബോ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്.